സ്വാഗതം 9 മണി വാർത്തയിലേക്ക്. ആദ്യം പ്രധാന വാർത്തകൾ. വർക്കലയിൽ ട്രെയിനിൽ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരം. പാലോട് സ്വദേശിനി സോന തീവ്രപരിചരണ വിഭാഗത്തിൽ. പ്രതി സുരേഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സീറ്റിനടുത്ത് നിന്ന് താൻ മാറാത്തത് പെൺകുട്ടികൾ ചോദ്യം ചെയ്തതാണ് ആക്രമണ കാരണമെന്ന് പ്രതി സുരേഷ് കുമാറിന്റെ മൊഴി. പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. അന്വേഷണ സംഘത്തലവൻ SP ശശിധരനാണ് വാസുവിനെ ചോദ്യം ചെയ്തത്. കട്ടിളപ്പാളിയിലെ സ്വർണം കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടൻ അറസ്റ്റ് ചെയ്യും. അറസ്റ്റിലായ സുധീഷ് കുമാറിനായി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. വിശ്വം കീഴടക്കി ഇന്ത്യൻ വനിതകൾ. വനിതാ ഏകദിന ക്രിക്കറ്റിൽ കന്നി കിരീടം. ദക്ഷിണാഫ്രിക്കയെ തകർത്തത് 52 റൺസിന്. ഷഫാലി വർമ്മ കളിയിലെ താരം. ദീപ്തി ശർമ്മ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. ലോകകപ്പ് നേടി ഇന്ത്യൻ ടീമിന് ആശംസാ പ്രവാഹം. അതിശയകരമായ ജയമെന്ന് പ്രധാനമന്ത്രി. ചരിത്രപരമായ ഈ വിജയഭാവി ചാമ്പ്യന്മാർക്ക് കായിക രംഗത്തേക്ക് കടക്കാൻ പ്രചോദനമാകുമെന്ന് മോദി. 51 കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ച BCCI. സമ്മാനത്തുക 31 കോടി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. മമ്മൂട്ടിയും ആസിഫ് അലിയും വിജയരാഘവനും മികച്ച നടനായുള്ള പട്ടികയിൽ. അനശ്വര രാജൻ, നസ്രിയ, കനി കുസൃതി എന്നിവർ നടിമാരുടെ പോരാട്ടത്തിന്. പ്രഖ്യാപനം വൈകിട്ട് തൃശൂരിൽ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. തിരുവനന്തപുരത്ത് ഇന്ന് ഉച്ചയ്ക്ക് ഹെലികോപ്റ്റർ മാർഗം കൊല്ലത്തെത്തുന്ന ഉപരാഷ്ട്രപതി ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കയർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുമായി ഉപരാഷ്ട്രപതി സംവദിക്കും. നാളെ തിരുവനന്തപുരത്ത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബീഹാറിൽ നാളെ ആദ്യഘട്ട കൊട്ടിക്കലാശം. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വ്യാഴാഴ്ച വിധി എഴുതുന്നത് 121 മണ്ഡലങ്ങൾ. ജനവിധി തേടുന്നത് 1303 പേർ. സ്ഥാനാർത്ഥികളിൽ 121 സ്ത്രീകളും. സുഡാനിൽ ആഭ്യന്തര കലാപം അതിരൂക്ഷം. RSFന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തെളിവുകൾ നിരത്തി SAF. അടിയന്തര വെടിനിർത്തൽ ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പ. നൈജീരിയ ആക്രമിക്കാൻ ഒരുങ്ങി അമേരിക്ക. സൈനിക നടപടിക്ക് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം. വിമർശനവുമായി നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു. മതപരമായി അസഹിഷ്ണുതയുള്ള രാജ്യമായി ചിത്രീകരിക്കുന്നു. നൈജീരിയയുടെ പരമാധികാരത്തെ അമേരിക്ക ബഹുമാനിക്കണമെന്നും ബോല. വിശദമായി നോക്കാം. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. പാലോട് സ്വദേശിനി സോനയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പെൺകുട്ടി. ഇന്നലെ രാത്രിയാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് സോനുവിനെ തള്ളിയിട്ടത്. മദ്യപിച്ചെത്തിയ പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് പെൺകുട്ടിയെ ആക്രമിച്ച് പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടത്. സോനുവിന്റെ സുഹൃത്ത് അർച്ചനയെയും പ്രതി ആക്രമിച്ചു. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. സീറ്റിനടുത്ത് നിന്ന് മാറാത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. പ്രതി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്ന, എല്ലാ സ്ത്രീകൾക്കും ഭയപ്പാടുണ്ടാക്കുന്ന ഒരു വലിയ സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. സൗമ്യയെ നമ്മളൊന്നും മറന്നിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ഇത് ഒറ്റപ്പെട്ടതല്ല, ഇത് ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സംഭവം സൂചിപ്പിക്കുന്നത്. ആദ്യം അറിയേണ്ടത് ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില അതെങ്ങനെയാണ്? ആരോഗ്യനില നിലവിൽ നേരിയ പുരോഗതി കൈവന്നിട്ടുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് ICUവിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഡോക്ടർമാരുടെ കർശനമായ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇപ്പോഴും ഈ 19 വയസ്സുകാരി. ഇന്നലെ ആന്തരിക രക്തസ്രാവമാണ് ഒരു വെല്ലുവിളിയായി ഉണ്ടായിരുന്നത്. അതിന് ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം അബോധാവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. ബോധാവസ്ഥ വീണ്ടെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം ഈ പ്രതി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചതായാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്ന സൂചന. ഇന്ന് CJM കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. അതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ്. ഇയാൾ ഏറ്റവും ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ട്രെയിനിന്റെ സീറ്റിന് സമീപത്തു നിന്ന് മാറാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക്
നയിച്ചത് എന്നാണ്. അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ മറ്റ് യാത്രക്കാരിൽ നിന്നും ഇന്നലെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്, RPFന് ലഭിച്ചിരുന്നു. ഈ പ്രകോപനത്തെ തുടർന്നാണ് ഈ രണ്ട് പെൺകുട്ടികളെ ഒരേ സമയം ചവിട്ടി പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചത്. മദ്യലഹരിയിലാണ് ഈ ആക്രമണം ഈ സുരേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന്, പനച്ചിമൂട് സ്വദേശിയായ സുരേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിൽ ഒരാൾ, ഈ 19 വയസ്സുകാരിയായ സോന, പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ചവിട്ടേറ്റ്. മറ്റൊരാൾ തലനാരിലേക്കാണ് രക്ഷപ്പെട്ടത്. അർച്ചന എന്ന സുഹൃത്താണ് അങ്ങനെ രക്ഷപ്പെട്ടത്. തുടർന്ന് യാത്രക്കാർ ഇയാളെ പിടിച്ചുവെച്ച് റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലാണ് നടന്നത്. ആദ്യം പരസ്പര വിരുദ്ധമായാണ് കാര്യങ്ങളോട് പ്രതികരിച്ചിരുന്നത്. കാരണം അത്രമാത്രം മദ്യലഹരിയിലായിരുന്നു ഇയാൾ. ഇയാൾ ഒരു സ്ഥിരം മദ്യപാനി തന്നെ എന്നുള്ള വിവരങ്ങളാണ് RPFന് ഇതുവരെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള. മറ്റ് വിശദാംശങ്ങളൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ CJM കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വലിയൊരു ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഡാൻ, ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് പോലീസ് എന്താണ് പറഞ്ഞത്? ഇയാൾ ഇതിനു മുൻപ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാളാണോ? എന്തെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ പ്രതി? അങ്ങനത്തെ വിവരങ്ങളൊന്നും ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒരു സ്ഥിരം മദ്യപാനിയാണെന്ന കാര്യം മാത്രമാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. ഇതൊരു ഈ ലൈംഗിക അതിക്രമമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമമൊന്നും ആയിരുന്നില്ല. ഒരു മുൻപരിചയവും ഇല്ലാത്ത യാത്രക്കാരായിരുന്നു, പെൺകുട്ടികളായിരുന്നവർ. അവരോട് സീറ്റിനടുത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് മാറാതിരുന്നതിനെ തുടർന്നുണ്ടായ തർക്കം പ്രകോപനത്തിലേക്ക് നയിക്കുകയും അങ്ങനെ പ്രകോപനത്തിനൊടുവിൽ അവരെ ഇരുവരെയും ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചവിട്ടിയത്. ചവിട്ടേറ്റ് തെറിച്ചു വീണത് ഈ 19-കാരിയായ പാലോട് സ്വദേശിനിയായ സോനയാണ്. മറ്റൊരാൾ തലനാരിലേക്ക് അവിടെ നിന്ന് മാറി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ച പരിശോധന കൃത്യമായിട്ട് തന്നെ പോലീസ് നടത്തുന്നുണ്ട്. RPF പോലീസിന്റെ സഹായത്തോടെ ഈ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ മദ്യപാനിയായിരുന്നു, സ്ഥിരം മദ്യപാനിയായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു അക്രമവാസന എപ്പോഴെങ്കിലും കാണിക്കുകയോ നേരത്തെ ഇത്തരം ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുകയോ ചെയ്തിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ വഴിയിലേക്കൊക്കെ പരിശോധന തുടരുകയാണ്. ഈ ട്രെയിനിലുണ്ടായിരുന്ന മറ്റ് സഹയാത്രക്കാരാണോ ഈ പ്രതിയെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചത്, റെയിൽവേ പോലീസിനെ ഏൽപ്പിച്ചത്? ഈ അർച്ചന, ഈ കൂടെ ഉണ്ടായിരുന്ന, ഈ സോനുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അർച്ചനയായിരിക്കുമല്ലോ അല്ലെ ബഹളം വെച്ച് മറ്റുള്ള ആളുകളെ അറിയിച്ചത്? അടുത്തടുത്ത് എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് നേരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനപരമായ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ എല്ലാവരും അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇയാൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ തടഞ്ഞു വെക്കുകയായിരുന്നു. തടഞ്ഞു വെച്ചിട്ട് ഉടൻ തന്നെ ചെയിൻ വലിക്കുന്നു. ചെയിൻ വലിച്ച ശേഷം ഉദ്യോഗസ്ഥർ, അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നു. പിന്നീട് കൊച്ചുവേളിയിൽ വെച്ചാണ് ഇയാളെ കൈമാറുന്നത്. അങ്ങനെയാണ് ഇന്നലെ അടക്കം പുറത്തു വന്ന വിവരങ്ങൾ. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ RPFന് കൈമാറുകയായിരുന്നു. അവിടെ സ്ഥലത്ത് നിന്ന് തന്നെ ഈ അർച്ചന ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ഇന്നലെ സംസാരിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. തന്നെയും ലക്ഷ്യം വെച്ചിരുന്നു. രണ്ടുപേർക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതിൽ ദൗർഭാഗ്യവശാൽ സോന തെറിച്ചു വീഴുകയായിരുന്നു പുറത്തേക്ക്. താൻ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അർച്ചന ഇന്നലെ പറഞ്ഞത്. അതായത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം, മദ്യലഹരിയിൽ ആഞ്ഞു ചവിട്ടുന്നു. ആ ചവിട്ടേറ്റ് ഈ 19-കാരി തെറിച്ച് പുറത്തേക്ക് വീഴുകയായിരുന്നു. വലിയൊരു അപകടം, ദാരുണമായ സംഭവങ്ങൾക്ക് ആണ് ഇന്നലെ രാത്രി കേരള എക്സ്പ്രസിന്റെ പിൻവശത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റ്. ശരി ഡാൻ, ഞാൻ വരാം. ഇപ്പോൾ ട്രെയിൻ യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിയോൺസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ലിയോൺസ്, നമ്മൾ ഏറെ, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതുണ്ട്. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും നമ്മളും നമ്മുടെ അനിയത്തിമാരും സഹോദരിമാരും അമ്മമാരും എല്ലാവരും സ്ഥിരം യാത്ര ചെയ്യുന്നതാണ് ട്രെയിനിൽ. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മൾ സൗമ്യൊന്നും മറന്നിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും ഒരു സംഭവം, അതും യാതൊരു പ്രകോപനവും ഉണ്ടാവാതെ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് തള്ളുന്നു. എന്താണ് പറയാനുള്ളത്? വളരെ സങ്കടകരമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ യാത്രക്കാരുടെ സംഘടന എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടുകൂടി നമ്മൾ റെയിൽവേയോട് പല തവണ ആവശ്യപ്പെട്ടതാണ്. ഇത് സ്ട്രെങ്ത് കുറവാണ്. എല്ലാ ട്രെയിനുകളിലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകാറില്ല. ഈ ഒരു അവസ്ഥ വളരെ നാളായി നമ്മൾ പറയുമ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയാണ്. പക്ഷേ ഈ കുറവ് നികത്താൻ, ഈ കുറവ് കൂട്ടാനുള്ള ഒരു നടപടിയും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല.
അന്ന് ഉണ്ടായിരുന്ന സ്ട്രെങ്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഏത് സമയത്തും ആരും ആക്രമിക്കപ്പെടാവുന്ന അവസ്ഥയാണ്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും യാത്രക്കാരായാലും നമ്മൾ അവയർനെസ് വീഡിയോസ് മാത്രം പുറത്തു വിട്ടിട്ട് കാര്യമില്ല. ശ്രീ ലിയോൺസ്, സാധാരണ ഇത്തരത്തിൽ ദീർഘദൂര ട്രെയിനിലൊക്കെ പോലീസിന്റെ ഒരു റോന്ത് ചുറ്റൽ ഉണ്ടാവാറുണ്ട്, പോലീസിന്റെ ഉണ്ടാവാറുണ്ട്, സൈന്യത്തിൻ്റെത് ഉണ്ടാവാറുണ്ട്. അവർ ഒരു റോന്ത് ചുറ്റൽ അവരത് കാണാറുണ്ട് സാധാരണ. പക്ഷെ ഇവിടെ ഇന്നലെ അത് ഉണ്ടായില്ലേ? അല്ല, റോന്ത് ചുറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം 1-2 ട്രെയിനുകളിലോ അല്ലെങ്കിൽ അല്ലാതെ റോന്ത് ചുറ്റൽ ഉണ്ടായിട്ട് കാര്യമില്ല. എല്ലാ ട്രെയിനുകളിലും അതിനകത്ത് എല്ലാ ബോഗികളിലെങ്കിലും അല്ലെങ്കിൽ ഒരു 3-4 ബോഗികൾ അടുപ്പിച്ചെങ്കിലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഇവർക്ക് ബോധ്യപ്പെടണം. അതായത് സ്ഥിരം കുറ്റവാളികളുണ്ട്. ഇതിപ്പോ ഇന്നലെ ഉണ്ടായത് മദ്യപിച്ചിട്ടുണ്ടായതാണെന്ന് നമുക്ക് പറയാം. പക്ഷെ എങ്കിൽ തന്നെയും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടില്ല. അപ്പൊ അതിന് നടപടി എടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വാർത്ത വരും, സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 2 ദിവസം ഈ ഒരു വാർത്ത ഇങ്ങനെ കത്തു നിൽക്കുമെന്നല്ലാതെ ഒരു നടപടിയും ഇതിനെ തുടർന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇനി എന്ത് നടപടി വേണമെന്നാണ് താങ്കൾ പറയുന്നത്? നടപടി വേണ്ടത് നമുക്കിപ്പം യാത്രക്കാർക്ക് ഒരു പരിമിതിയുണ്ട്. ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പോലീസിന്റെ സഹായം തേടിക്കഴിഞ്ഞാൽ 1-2 സ്റ്റേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സഹായം കിട്ടുന്നത്. ആ ഒരു ദുരവസ്ഥ മാറണം. നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ എമർജൻസി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോലീസ് സംവിധാനം, അതല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി സംവിധാനം എല്ലാ ട്രെയിനിലും ഉണ്ടാകണം. അതില്ലാതെ നമ്മൾ 2 സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ പോലീസിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതിനൊരു മറുപടി കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പൊ അതിനുള്ള സംവിധാനം എന്താണെന്ന് റെയിൽവേയാണ് ആലോചിക്കേണ്ടത്. അതെങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിക്കും. നമുക്ക് സജഷൻസ് കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ ആവശ്യപ്പെടുന്നത് എല്ലാ സ്റ്റേഷനിലും എല്ലാ ട്രെയിനിലും എല്ലാ കമ്പാർട്ട്മെന്റിലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ളതാണ്. CCTV ഉൾപ്പെടെയുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് താങ്കൾ അന്വേഷിച്ചിരുന്നു? കാരണം ഇന്നലെ നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. യാതൊരു പ്രകോപനമില്ലാതെയാണ് ഈ പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ടെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി ഇയാളോട് മാറാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹം മാറാതിരുന്നതിന്റെ പ്രകോപനത്തിലാണ് ചവിട്ടി തള്ളിയിട്ടതെന്ന് പറയുന്നു ഈ പെൺകുട്ടിയെ ഇയാൾ. അങ്ങനെയാണോ? എന്താണ് താങ്കൾക്ക് എന്താണ് അറിയാൻ സാധിച്ചത്? തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ഈ സമയം വർക്കല ഉണ്ടായിരുന്നു. ഈ വണ്ടി പോകുന്ന സമയത്ത് ഞാൻ വർക്കല സ്റ്റേഷൻ അടുത്തുണ്ടായിരുന്നു. ഈ വാർത്ത അറിഞ്ഞ് ഞാൻ വർക്കല സ്റ്റേഷനിൽ ചെല്ലുകയും ഞാൻ RPF-മായി ബന്ധപ്പെടുകയും ചെയ്തു. ബന്ധപ്പെട്ടപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും സീരിയസ് ആണെന്നും അറിഞ്ഞത് ആ സമയത്താണ്. ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ആ പരിസരത്തുണ്ടായിരുന്നു. അപ്പോൾ RPF-ന്റെ ഒരു ഇടപെടലാണ് പ്രധാനമായും പ്രതിയിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിച്ചത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും അത്തരം ഇടപെടൽ RPF-ന്റെയും പോലീസിന്റെയും സംയോജിതമായ ഇടപെടലാണ് കൃത്യമായിട്ട് പ്രതിയെ പിടിക്കാനും അത് നടപടിയെടുക്കാനും സാധിച്ചത്. പക്ഷെ അത് സംഭവം ഉണ്ടായതിനു ശേഷമാണെന്നുള്ളതാണ്. നമുക്ക് ഈ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഒരു ഭയം വേണമെന്നുണ്ടെങ്കിൽ പോലീസിന്റെ സാന്നിധ്യം എല്ലാ ട്രെയിനുകളും ഉണ്ടാകണമെന്നുള്ളതാണ് യാത്രക്കാരുടെ ആവശ്യം. അതിന് പോലീസിന്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. നമ്മളിപ്പോൾ സൗമ്യയുടെ കാര്യം പറഞ്ഞു, അതിനുശേഷം വലിയ തരത്തിൽ സുരക്ഷ കൂട്ടുന്നതിനുള്ള വാർത്തകൾ വിവരങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ട്രെയിൻ യാത്ര സുരക്ഷിതമല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അപകടങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാത്തത് അത് ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മറ്റ് പിന്നെ യാത്രക്കാർ കുറച്ച് വിജിലന്റ് ആണ്. ഇപ്പം സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആൾക്കാരുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ഭയം കൊണ്ട് കൃത്യമായിട്ട് അത് പോലീസിലെത്തും എന്നുള്ളൊരു ഭയമുള്ളത് തീർച്ചയായിട്ടും ഈ അക്രമികളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്നിരുന്നാലും ഈ പോലീസ് സംവിധാനം കൃത്യമായി ഒരു കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഫ്രണ്ട്സ് ഓൺ റെയിൽസിന് ആവശ്യപ്പെടാനുള്ളത്. അതെ, അപ്പോൾ ആ സുരക്ഷ അത് കുറവാണ് എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ഞാൻ അടക്കമുള്ള പെൺകുട്ടികളാവട്ടെ സ്ത്രീകളാവട്ടെ എല്ലാവരും അധിക ആളുകളും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു സുരക്ഷയും ഇല്ല ഇന്ത്യൻ റെയിൽവേ യാത്ര ചെയ്യാനല്ലേ? ഒരു സുരക്ഷയും ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ സുരക്ഷ കുറവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സുരക്ഷ കിട്ടുന്നില്ല. സെക്യൂരിറ്റിയുടെ കുറവുണ്ടല്ലേ? തീർച്ചയായിട്ടും സെക്യൂരിറ്റിയുടെ കുറവുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ ലിയോൺസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം ട്രെയിൻ യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. വീണ്ടും ഡാൻ കുര്യനിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് ഈ സോനയുടെ സുഹൃത്ത് അർച്ചനയുടെ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം ഒന്ന് കണ്ടതിന് ശേഷം ഡാനിലേക്ക് പോയിട്ട് വരാം. നിൽക്കുമായിരുന്നു, അപ്പൊ ചവിട്ടി തള്ളിയിടുവായിരുന്നു കുട്ടീനെ. എത്ര വയസ്സുള്ള ആള്? 19. നിങ്ങൾ ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു? ഞങ്ങൾ ട്രെയിനിൽ ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങുമായിരുന്നു. അപ്പോഴാണ് ചവിട്ടി തള്ളി ഇട്ടത്. ലേഡീസ് കമ്പാർട്ട്മെന്റ്? ലേഡീസ് കമ്പാർട്ട്മെന്റ് അല്ലായിരുന്നു, ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിൽ ലേഡീസ് ജനറൽ കമ്പാർട്ട്മെന്റ്? ഞങ്ങള് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ ചവിട്ടി നടുവിന് ചവിട്ടി തള്ളിയിടുവായിരുന്നു. എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട്. മറ്റു പ്രകോപനം ഒന്നും ഉണ്ടായി? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല? പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു? എന്നെ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ട. അല്ല, ജനറൽ കമ്പാർട്ട്മെന്റ്. ഞങ്ങൾ ആലുവന്ന്. നാട് ആലുവയാണ്? അല്ല,
ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാ. ആ നമ്മളിവിടെ പോയിട്ട് വരാം. ഓ ശരി സാർ, ശരി, ഓക്കെ. എന്റെ പേര് അർച്ചന. മോള് വന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ അപകടത്തിൽപ്പെട്ട പെൺകുട്ടി തിരുവനന്തപുരം സ്വദേശിനിയാണല്ലോ അല്ലേ? ഇവർ ആലുവയിൽ നിന്ന് വരികയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ രണ്ടുപേർ മാത്രമേ അവർക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഡാൻ? അവരേതോ ഒരു ആവശ്യത്തിന് മടങ്ങി വരികയായിരുന്നു. പ്രായപൂർത്തിയായ 2 കുട്ടികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ യാത്രക്കിടയിൽ തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടെ അവർ അതിനുവേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. വർക്കല കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന തരത്തിലായിരുന്നു അവരുടെ യാത്ര. കേരള എക്സ്പ്രസ് വളരെ തിരക്കുള്ള ട്രെയിനാണ്. ഒരുപാട് യാത്രക്കാർ ഇന്നലെയും ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ ഇറങ്ങുന്നതിന് മുമ്പായി അവർ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു തർക്കമുണ്ടാകുന്നത്. ഈ സീറ്റിനടുത്ത് ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ തർക്കമാണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിക്കുകയും ഈ 19-കാരിയെ ചവിട്ടി ഈ പുറത്തേക്ക് ചവിട്ടി എറിയുകയും ചെയ്യുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ചവിട്ടി വീഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ആശ്വാസകരമായൊരു വാർത്ത ഇപ്പോൾ ലഭിക്കുന്നത് അപകടനില തരണം ചെയ്യുന്നു എന്നുള്ള ഒരു ആദ്യ സൂചനകളാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. ആശ്വാസമുള്ള വാർത്ത തന്നെയാണ്. പെൺകുട്ടി വളരെ വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഇപ്പോൾ ഡാൻ തുടരുക. ഇപ്പോൾ ബിന്ദു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിന്ദു ഈ ഫ്രണ്ട്സ് ഓൺ റെയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ബിന്ദു, ഏറെ ദാരുണമായ സംഭവം, നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ യാത്രക്കാർക്കൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. എന്താണ് പ്രതികരണം? നമസ്കാരം, ഞാൻ ബിന്ദു വയലാർ, ഫ്രണ്ട്സ് ഓൺ റെയിൽസിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ്. അതിന്റെ സംസ്ഥാന സെക്രട്ടറി ജെ ലിയോൺസ് ആണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആശ്വാസകരമായി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ, ആശ്വാസം എന്ന് പറഞ്ഞത് ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ പ്രാർത്ഥനയാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ എന്തുതരം പ്രകോപനം ഉണ്ടായാലും പിന്നിൽ ചോദിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ ആരുമില്ല എന്ന ധൈര്യത്തിലാണ് ഏത് തരം ഘാതകനും ഇങ്ങനെയെല്ലാം ശ്രമിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സൗമ്യയുടെ കൊലപാതകത്തിന് ശേഷം നമ്മൾ കണ്ടു റെയിൽവേ ഉദ്യോഗസ്ഥനെ തന്നെ വളരെ ബ്രൂട്ടലായിട്ട് കൊല ചെയ്യപ്പെട്ടത്. അപ്പൊ എന്നിട്ടും അതിനകത്ത് യാതൊരു സുരക്ഷിതത്വവും ഒഴുക്കാൻ റെയിൽവേക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ഏതാണ്ട് 25 വർഷമായിട്ട് സ്ഥിരം ട്രെയിൻ യാത്രക്കാരിയാണ് ഞാൻ. പണ്ടൊന്നും ഇല്ലാത്ത വിധം ഭീതിയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം എറണാകുളം കായംകുളം പാസഞ്ചർ 6:25 എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന കായംകുളം പാസഞ്ചറിൽ ചേർത്തലയ്ക്ക് ശേഷം കലവൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് ഒരു മനുഷ്യൻ ഇതുപോലെ മദ്യപിച്ചിട്ട് ഒരു മാരകായുധവുമായിട്ട്, അത് നീട്ടിപ്പിടിച്ച മാരകായുധവുമായിട്ട് സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ അയാൾ ഏതാണ്ട് ഒരു 10 മിനിറ്റോളം അതിനകത്ത് സംഹാര താണ്ഡവമാടി. കുറച്ച് സ്ത്രീകൾ മാത്രമാണ്. അത് ഫോട്ടോ എടുക്കാൻ പോലും ഒരാൾക്കും ധൈര്യമുണ്ടായില്ല. കാരണം ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതല്ലേ. അപ്പോ അതിനുശേഷം അയാൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയി. ആ സമയത്ത് തന്നെ ഞാൻ അറിഞ്ഞെങ്കിലും അവിടെ വിളിച്ച് പറയുമ്പോൾ ഒരാളെയും അവർക്ക് അറസ്റ്റ് ചെയ്യാനോ നോക്കാനോ ഒന്നും കഴിഞ്ഞില്ല. അപ്പോ നിരന്തരമായിട്ട് അത്തരം ഭീഷണികളുടെ പേരിലാണ് ജീവൻ തന്നെ അപകടത്തിലാണെന്ന് പറയണം റെയിൽവേ യാത്രക്കാരുടേത്. ഇത് പരിഹാരമില്ലാത്ത പ്രശ്നമായി നീളുകയാണ്. നമ്മള് പോലീസിന്റെ അനാസ്ഥ എന്നൊന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. കാരണം നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ എസ്കലേറ്റ് ചെയ്യുന്നുണ്ട്. അവര് നമ്മളോട് പറയുന്നൊരു കാര്യം ആവശ്യത്തിന് സ്ട്രെങ്ത് ഇല്ല എന്നതാണ്. അപ്പൊ മിക്ക ദിവസവും അപ്പോൾ ഇറങ്ങേണ്ട സ്റ്റേഷനിലൊക്കെയുള്ള പോലീസുകാർ ചിലപ്പോൾ കയറും, അവരവിടെ ഇറങ്ങി പോകും. അപ്പൊ ഒരു തരത്തിലുള്ള സുരക്ഷിതത്വവും ഇല്ലാതെയാണ്. സാധാരണ നമ്മൾ ഈ RPF-നെ ആണെങ്കിലും പോലീസിനെ ആണെങ്കിലും ഒക്കെ ഈ ദീർഘദൂര ട്രെയിനിലൊക്കെ കാണാറുണ്ട്. ഇവിടെ അത് ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ ആ ട്രെയിനിലുണ്ടായിരുന്ന സഹയാത്രക്കാരോട് ശ്രീമതി ബിന്ദു സംസാരിച്ചു. 2 ദിവസം മുമ്പ് ഞാനും തലസ്ഥാനത്തേക്ക് ഇവിടെ എറണാകുളത്ത് നിന്ന് 2 ദിവസങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്തു. ഒന്ന് മൈസൂരിനായിരുന്നു, ഒന്ന് ജനശതാബ്ദിയിലായിരുന്നു. ഈ 2 വണ്ടിയിലും തന്നെ ജനശതാബ്ദിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സുരക്ഷിതമായിരുന്നു. പക്ഷെ മൈസൂരിലൊക്കെ ഞാൻ കണ്ടു അതുപോലത്തെ യാത്രക്കാർ ധാരാളം കയറുന്ന ഒരു വണ്ടിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള സുരക്ഷിതത്വം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയില്ല. അപ്പോ ഒരു വണ്ടിയും ഒരു യാത്രയും സുരക്ഷിതമല്ലാത്ത രീതിയിലാണ്. ശുഭയാത്ര നേർന്ന് നമ്മളെ വിടുന്ന റെയിൽവേ അശുഭയാത്രയിലേക്കാണ് നമ്മളെ ഇപ്പോൾ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്നാണ് നിങ്ങൾക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യാൻ? തീർച്ചയായിട്ടും ലേഡീസ് മാത്രം, ഇപ്പൊ ലേഡീസ് കമ്പാർട്ട്മെന്റിലെങ്കിലും അത് പ്രത്യേകിച്ചും രാത്രി യാത്രകളിൽ അവരെ സുരക്ഷിതമാക്കാൻ സ്ട്രെങ്ത് ഒരു പോലീസുകാരനെയോ ഒരു പോലീസുകാരിയോ ഇട്ടതുകൊണ്ട് അവരുടെ ജീവന ഭീഷണിയിൽ തന്നെയാണ്. കാരണം മദ്യമോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിക്കുന്നവന് അവർക്ക് ഗവൺമെന്റിനെ കുറിച്ച് ഭയമില്ല. അപ്പോൾ അത് കൂട്ടായിട്ടുള്ള ശ്രമം കൊണ്ട് മാത്രമേ അവരെ നമുക്ക് പിന്തിരിപ്പിക്കാനോ കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും പ്രൊട്ടക്ഷന് അതുപോലെ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റുള്ളൂ. ഇന്നലെ ഈ ട്രെയിനിൽ സംഭവിച്ചത് എന്താണെന്ന് ഏതെങ്കിലും സഹയാത്രക്കാരുമായിട്ട് അന്വേഷിച്ചിരുന്നോ? അവരെന്തെങ്കിലും പറഞ്ഞിരുന്നോ?
നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പെൺകുട്ടിയും വേറൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് മാറാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ വണ്ടിയിൽ തിരക്കാണെങ്കിൽ ഡോർ സൈഡിലൊക്കെ ഇരുന്ന് ആൾക്കാർ യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ അവർ മാറിക്കൊടുക്കും അല്ലെ ഇറങ്ങിക്കൊടുക്കും, അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇത് അതിന് പ്രകോപിപ്പിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിൽ എന്തോരം ആൾക്കാരെ തള്ളിയിട്ട് കൊല്ലേണ്ടി വരും. അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ അയാൾ ഉടനെ തന്നെ ചവിട്ടി വീഴ്ത്തുകയും തടയാൻ ചെന്ന് മറ്റേ പെൺകുട്ടിയെ ബലമായി ചവിട്ടി ആ കുട്ടി ആ പടിയിൽ തൂങ്ങിക്കിടന്നു. മറ്റു യാത്രക്കാരെ രക്ഷിക്കുകയും യാത്രക്കാർ ആവശ്യപ്പെട്ട പ്രകാരമാണ് തിരിച്ചു വന്ന മെമുവിൽ കയറ്റി കുട്ടിയെ കൊണ്ടുപോയതെന്ന് പറയുന്നു. ഒരു പെൺകുട്ടിയല്ലേ, എങ്ങനെയെല്ലാം രക്ഷപ്പെട്ടാലും 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ നട്ടലിനേറ്റ ക്ഷതം ഇനി ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞിനെ പിന്തുടരില്ലേ? തീർച്ചയായും. എന്തായാലും സുരക്ഷ അത് കൂട്ടിയേ മതിയാകൂ അല്ലേ ശ്രീമതി ബിന്ദു? സുരക്ഷ കൂട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്തായാലും ഇതിപ്പം ഒരു എന്തുമാത്രം ആൾക്കാർ അറ്റ് എ ടൈം യാത്ര ചെയ്യുന്ന ഒരു യാത്രാ സംവിധാനമാണ്. അപ്പം അതിനകത്ത് അത് ഒരുക്കേണ്ടത് റെയിൽവേയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനി അടിയന്തരമായി യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ ചെയ്തേ മതിയാവും. അതല്ലെങ്കിൽ ആൾക്കാരെ കുരുതിക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. ശരി, വളരെ നന്ദി ശ്രീമതി ബിന്ദു ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഡാൻ കുര്യനിലേക്ക് പോവുകയാണ്. ഡാൻ, ഇപ്പോൾ പോലീസ് വധശ്രമത്തിനാണ് കേസെടുത്തത് അല്ലേ? റെയിൽവേ പോലീസ് വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ പ്രാഥമികമായ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷം എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഈ പ്രതി നൽകിയ ഈ വിവരങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുമ്പായി തന്നെ CJM കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിനെ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘ തലവൻ SP ശശിധരനാണ് വാസുവിനെ ചോദ്യം ചെയ്തത്. കേസിൽ N. വാസുവിന്റെ മൊഴി നിർണായകമാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, അങ്ങനെ N. വാസുവിലേക്കടക്കം SIT എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ അല്ലെങ്കിൽ പൂർണ്ണമായോ? എന്താണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഏറ്റവും പ്രധാനമായി ഈ അന്വേഷണ സംഘം ഉന്നതരിലേക്ക് എത്തുന്നു എന്നതിന്റെ സൂചന കൂടിയാണോ ഇത്? N. വാസു ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് മുൻ ഭാരവാഹികളെ ചോദ്യം ചെയ്യും, അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുമെന്ന കാര്യം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ പുറത്തു വന്നതായിരുന്നു. കാരണം ആദ്യം രജിസ്റ്റർ ചെയ്ത 2 FIRകളിൽ രണ്ടാമത്തെ FIR 2019 ഭരണസമിതിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലായിരുന്നു. എന്തായാലും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിലാണ് N. വാസുവിനെ ചോദ്യം ചെയ്യലായി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിനുശേഷം N. വാസുവിനെ വിട്ടയച്ചു. ഇയാളിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ SIT ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ വാർത്തകൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കരുത് എന്ന കർശനമായ നിർദ്ദേശം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്ത് മൊഴിയാണ് വാസുവിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണ സംഘത്തിന് ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ ലഭിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ വാസുവിൽ നിന്ന് ചോദിച്ചറിഞ്ഞതായാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അനൌദ്യോഗികമായി ലഭിക്കുന്ന സൂചന. എടുത്തു പറയേണ്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ പരിധി തീരാൻ 6 ആഴ്ചത്തെ കാലാവധിയാണ് ഉണ്ടായിരുന്നത്. ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 10 പേർ, ദേവസ്വം ബോർഡിലെ തന്നെ 10 മുൻ ജീവനക്കാരും നിലവിലെ ജീവനക്കാരും ഉൾപ്പെടെ 10 പേരായിരുന്നു പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. ശേഷിക്കുന്ന ആളുകളിലേക്ക് കൂടി വൈകാതെ ഈ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം എത്തും. അതായത് കഴിഞ്ഞ ദിവസമാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ടായത്. നിലവിൽ 3 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശേഷിക്കുന്നവരിലേക്ക് കൂടി ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നീക്കങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം ഈ കട്ടിളപ്പാളി സ്വർണ്ണക്കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻപുരിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും അല്ലേ ഡാൻ? അങ്ങനെ ഒരു സ്ഥിരീകരിക്കാവുന്ന വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കാം. അതിൽ കൃത്യമായ ഒരു വിവരം ലഭിക്കേണ്ടതുണ്ട്. അതായത് നിലവിൽ
സുധീഷും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉൾപ്പെടെയുള്ള കേസിലെ 3 പ്രതി മുരാരി ബാബു ഉൾപ്പെടെയുള്ള എല്ലാവരും റിമാൻഡിലാണ്. ഈ സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ട നടപടികളിലേക്ക് അന്വേഷണ സംഘം വൈകാതെ കടക്കും എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. മികച്ച നടനായി മമ്മൂട്ടിയോ ആസിഫ് അലിയോ എന്ന ആകാംക്ഷയിലാണ് സിനിമാ ആരാധകർ. തൃശൂരിൽ വെച്ച് വൈയും നീട്ടി സ്വീകരിച്ച 2 മികച്ച ചിത്രങ്ങളാണ്. എന്തായാലും ആകാംക്ഷ ഒട്ടും ചോരുന്നില്ല. എന്തൊക്കെയായിരിക്കും സസ്പെൻസ്? അത്യന്തം സസ്പെൻസ് നിറയുന്ന ഒരു 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വൈകിട്ട് 3:30 തൃശ്ശൂരിൽ വെച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ആ സസ്പെൻസ് ബ്രേക്ക് ചെയ്യും. ഏകദേശം 1 വർഷത്തോളം സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പാണ് ഈ അവാർഡ് ദാനം. പ്രത്യേകിച്ച് ഫൈനൽ റൗണ്ടിൽ വരുന്ന താരങ്ങൾ മമ്മൂട്ടി ഭ്രമയുഗം എന്ന സിനിമയിൽ നിന്നും ആസിഫ് അലി കിഷ്കിന്ധകാണ്ഡം. ആസിഫ് അലിയുടെ പേരിൽ 3 സിനിമകളാണ് പ്രത്യേകിച്ച് രേഖാചിത്രം സിനിമകൾ വരുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ ലെവൽ ക്രോസ് ആണ്. അജിത് യൂസഫ് പ്രസന്റ് ചെയ്ത ആ സിനിമയും കൂടിയാണ്. ആസിഫ് അങ്ങനെ 3 ചിത്രങ്ങളുമായിട്ടാണ് ഇത്തവണ എത്തുന്നത്. ഇവർ തമ്മിലാണ് പ്രധാന കോമ്പറ്റീഷൻ എങ്കിൽ പോലും മികച്ച നടന് വേണ്ടിയിട്ട് അജയന്റെ 2ാം വർഷം എന്ന സിനിമയിലൂടെ ടൊവിനോ തോമസും വിജയരാഘവൻ തന്നെ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയിലൂടെയും മത്സര രംഗത്ത് സജീവമാണ്. അതോടൊപ്പം തന്നെ വലയക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലൂടെ മോഹൻലാലും അവസാന പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്നത് മികച്ച നടിക്കെന്ന് വേണം തന്നെ പറയാൻ. പ്രത്യേകിച്ച് രേഖാചിത്രം എന്ന സിനിമയിലൂടെ അനശ്വര രാജൻ, പിന്നീട് സൂക്ഷ്മദർശൻ എന്ന സിനിമയിലൂടെ നസ്രിയ നസീമും മത്സര രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഉറ്റുനോക്കേണ്ട ഒരു കാര്യം. മികച്ച നടനും നടിക്കുമുള്ള മത്സരത്തിൽ 2 വലിയ സ്ട്രോങ് മത്സരങ്ങൾ തന്നെയാണ് നടക്കുന്നത്. മികച്ച സംവിധായകനായിട്ട് നിൽക്കുന്നത് ചിദംബരമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെ ചിദംബരത്തിന്റെ പേര് അവസാന പട്ടികയിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവേശ സിനിമയിലൂടെ ജിത്തു മാധവന്റെ പേരും നിൽക്കുന്നുണ്ട്. അങ്ങനെ സംവിധായകന്റെ രീതിയിലും വലിയ രീതിയിലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മികച്ച നവാഗത സംവിധായകനായിട്ട് 2 നടന്മാരുടെ പേരാണ് നിൽക്കുന്നത്. അതൊന്ന് പവോസ് എന്ന സിനിമയിലൂടെ മോഹൻലാലിന്റെ പേരും പണി എന്ന സിനിമയിലൂടെ ജോജു ജോർജിന്റെ പേരും നിൽക്കുന്നത്. അങ്ങനെ മികച്ച നവാഗത സംവിധായകനായിട്ട് 2 മലയാള ഡെബ്യൂ ചെയ്ത വർഷം കൂടിയാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവരുടെ പേരും കൂടി നിൽക്കുന്നുണ്ട് മത്സര പട്ടികയിൽ. മികച്ച ജനപ്രിയ ചിത്രം അതാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് ബിസിനസ്സും അല്ലെങ്കിൽ ആളുകളെ ഏറ്റവും കൂടുതൽ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയ മികച്ച ജനപ്രിയ ചിത്രത്തിന് മത്സരങ്ങളേറെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് മഞ്ഞുമൽ ബോയ്സ്, ആവേശം, പ്രേമലു എന്ന സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കമായിട്ട് മികച്ച ജനപ്രിയ ചിത്രത്തിൽ നിൽക്കുന്നത്. എന്തായാലും ഒരുപാട് സസ്പെൻസുകൾ നിറയുന്നത്, എന്നാൽ ഒരു തരത്തിലും ഒരു ക്ലൂ നൽകാത്തതാണ്. നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ സൂര്യയാണ് അവസാനം 38 സിനിമകൾ ഫിൽട്ടർ ചെയ്തുകൊണ്ട് എത്തുന്നത്. പലപ്പോഴായിട്ട് ഈ പ്രഖ്യാപന തീയതി മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ആദ്യം കഴിഞ്ഞ 23-ാം തീയതി പ്രഖ്യാപിക്കും, പിന്നെ 31 തീയതി വന്നു, പിന്നീട് 1-ാം തീയതി വന്നു, പിന്നീട് അവസാനമാണ് ഇന്ന് 3-ാം തീയതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ഇത് 3:30 എന്തായാലും സസ്പെൻസ് ബ്രേക്ക് ചെയ്യും. മികച്ച നടനും നടിയും തുടങ്ങിയ കാറ്റഗറിയിൽ ആരൊക്കെയായിരിക്കും അവാർഡ് നേടുക എന്നുള്ളതിനെ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം വെക്കുക. MS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കാത്തിരിക്കാം ഇന്ന് 3:30 വരെ ആരായിരിക്കും ഈ വർഷത്തെ മികച്ച നടൻ എന്നത്, നടി എന്നത് കാണാൻ വേണ്ടി. വിശ്വം കീഴടക്കി ടീം ഇന്ത്യ. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ വിശ്വവിജയികൾ. ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടം. വനിതാ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനും ശേഷം ആദ്യമായിട്ടാണ് പുതിയൊരു കിരീടാവകാശി ഉണ്ടാവുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 298 റൺസ് എടുത്തപ്പോൾ ദക്ഷിണാഫ്രിക്ക 246 റൺസിന് ഓൾ ഔട്ടായി. 87 റൺസ് നേടിയതിന് പിന്നാലെ 2 വിക്കറ്റ് വീഴ്ത്തിയ ഷഫാലി വർമ്മ കളിയിലെ താരമായപ്പോൾ 22 വിക്കറ്റും 215 റൺസും നേടിയ ദീപ്തി ശർമ്മയാണ് ടൂർണമെന്റിലെ താരം. കപിൽ ദേവിനും ധോണിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ഒരു വനിത, ഹർമൻപ്രീത് കൗർ. 2 പതിറ്റാണ്ട് മുമ്പ് 2005-ൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ വനിതാരത്നം മിഥാലി രാജ് കിരീട നേട്ടത്തിന് അരികിലെത്തിയതാണ്. പക്ഷേ തോറ്റു. 2017-ൽ മിഥാലി നയിച്ച സംഘം ഒരിക്കൽ കൂടി തോറ്റു. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും മാത്രം ഭരിച്ച വനിതാ ലോകകപ്പ് വേദിയിൽ ഇത് പുതുയുഗമാണ്. ഇനി ഇന്ത്യൻ വനിതകളുടെ ഭരണം. കാലം കരുതി വെച്ചതുപോലെ പുതുയുഗ പിറവി. അവിശ്വസനീയ നിമിഷങ്ങളായിരുന്നു നവി മുംബൈയിൽ. മതിമറന്ന് ആഘോഷിച്ച് ഇന്ത്യ നേരം പുലരുവോളം.
കപിൽ ദേവിന്റെ കിരീട നേട്ടത്തിൽ ആവേശം പൂണ്ടാണ് ഇന്ത്യൻ വനിതകൾ കളി തുടങ്ങുന്നത്. എത്രയോ വർഷങ്ങളുടെ കാത്തിരിപ്പാണിത്. മിതാലി രാജിന്റെയും ജുലൻ ഗോസ്വാമിയുടെയും അഞ്ജു ചോപ്രയുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ടാകുമെന്നുറപ്പ്. നിയോഗം ഹർമൻപ്രീത് കൗറിനും സംഘത്തിനുമാണെന്ന് മാത്രം. ടോസ് നഷ്ടപ്പെട്ടത് തിരിച്ചടിയായെന്ന് കരുതിയ മത്സരത്തിൽ വിജയത്തിനുള്ള അടിത്തറയിട്ടത് ഓപ്പണർമാരാണ്. സ്മൃതി മന്ദാനയും ഷെഫാലി വർമ്മയും. പരിക്കേറ്റ് ലോകകപ്പ് സംഘത്തിൽ ഉൾപ്പെടാതിരുന്ന ഷെഫാലി നോക്കൌട്ട് വേദിയിലാണ് തിരിച്ചെത്തുന്നത്. ഫൈനലിലെ 87 റൺസ് ഷെഫാലിക്കും ഇന്ത്യക്കും വിസ്മയമാണ്. ടൂർണമെന്റിലെ ഇന്ത്യയുടെ റൺ മെഷീൻ സ്മൃതി മന്ദാന 45 റൺസുമായി ഒപ്പം കൂടിയതോടെ ഓപ്പണിംഗ് വിക്കറ്റിൽ 104 റൺസിന്റെ കൂട്ടുകെട്ട് പിറന്നു. ദീപ്തി ശർമ്മയുടെ 58 റൺസും റിച്ച ഘോഷിന്റെ 34 റൺസും ചേർന്നതോടെ 298 എന്ന മോശമല്ലാത്ത ടോട്ടലിലേക്ക് എത്തി ഇന്ത്യ. നവി മുംബൈയിൽ 299 അത്ര ഗംഭീര വിജയലക്ഷ്യമല്ല എന്നായിരുന്നു പൊതുവിലയിരുത്തൽ. അത് ശരിവയ്ക്കും വിധത്തിലായിരുന്നു ദക്ഷിണാഫ്രിക്കൻ മറുപടിയും. ലോറ വോൾഫോർട്ടിന്റെ സെഞ്ചുറി കൂടിയായപ്പോൾ ഇന്ത്യ ഭയന്നു. ലോകകപ്പ് ഫൈനലിന്റെ സമ്മർദ്ദമാണ് ദക്ഷിണാഫ്രിക്കയെ ശരിക്കും തകർത്തത്. അർദ്ധ സെഞ്ചുറിക്ക് ശേഷം ദീപ്തി ശർമ്മ 5 വിക്കറ്റ് പ്രകടനവുമായി ഓൾറൗണ്ട് സ്റ്റാർ ആയതോടെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് കാര്യങ്ങൾ കൈവിട്ടത്. മഴയിൽ വൈകിയ ഫൈനൽ കാണാൻ പാതിരാത്രി വരെ കാത്തിരുന്ന ആരാധകർക്ക് ലാഭം മാത്രം. വിശ്വജേതാക്കളുടെ പട്ടാഭിഷേകം നേരിൽ കാണുന്നതിനുമപ്പുറം എന്താനന്ദം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. അതിശയിപ്പിക്കും വിധത്തിലായിരുന്നു ടൂർണമെന്റിൽ ഇന്ത്യയുടെ മുന്നേറ്റം. നോക്കൌട്ടിന് മുൻപുള്ള 7 മത്സരങ്ങളിൽ ജയിച്ചത് 3 എണ്ണത്തിൽ മാത്രം. ഫൈനലിലെത്തിയത് ലോക ക്രിക്കറ്റിലെ കരുത്തരായ ഓസ്ട്രേലിയ മറികടന്ന്. ഫൈനലിൽ പ്രതീക്ഷിച്ച ടോട്ടൽ പടുത്തുയർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആത്മവിശ്വാസത്തെ കൂട്ടുപിടിച്ചായിരുന്നു ഇന്ത്യയുടെ ലോക കിരീട നേട്ടം. ആദ്യഘട്ടത്തിൽ തോൽപ്പിച്ചത് ദുർബലരായ ശ്രീലങ്കയെയും പാകിസ്ഥാനെയും പിന്നീട് ന്യൂസിലാൻഡിനെയും. ദക്ഷിണാഫ്രിക്കയോട് തോറ്റതാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ. ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടും മുട്ടുമടക്കി. മഴ ഭാഗ്യമായി പെയ്തിറങ്ങിയതോടെ ഇന്ത്യ സെമിയിൽ. അവിടെ തുടങ്ങി ആരവം. ഇതിഹാസ സംഘമെന്ന് ലോകം വാഴ്ത്തിയ ഓസ്ട്രേലിയയെ മറികടന്ന് ഫൈനലിലേക്ക്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കീഴടക്കിയ ദക്ഷിണാഫ്രിക്കയെ നിഷ്പ്രഭരാക്കി കിരീടമുത്തത്തിലേക്ക്. ഇത് ചരിത്രമാണ്, പുതുചരിത്രം. വിശ്വവിജയത്തിന്റെ ഗർവാകാം ഇനി നമുക്ക്. ലോക ക്രിക്കറ്റിന് പുതിയ അധിപതികൾ. ലും 2017 നോട്ടമിട്ട കിരീടം കൈപ്പിടിയിലായത് ഇപ്പോഴാണ്. 1ലും 2ലും പിഴച്ചാൽ 3ൽ. പറഞ്ഞു പഴകിയതിനെ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ഹർമൻപ്രീതിന്റെ ഈ സംഘം. 38 കോടി ജനങ്ങളാണ് വിശ്വകിരീടത്തിനായുള്ള തത്സമയം കണ്ടത്. ഊർജവും കരുത്തുമായത് DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 40,000-ലേറെ കാണികൾ. 2005 ഓസ്ട്രേലിയയോട്, 2017 ഇംഗ്ലണ്ടിനോട് 2 വട്ടം കൈവിട്ട കിരീടമാണ് ഈ മിടുമിടുക്കികൾ സ്വന്തം നാട്ടിൽ സാരിത്തുമ്പിൽ കുരുക്കിയത്. നയിച്ച ഹർമൻപ്രീതിനും ബാറ്റ് പടവാളാക്കിയ സ്മൃതിക്കും സെമിയിൽ അസാധ്യത്തെ സാധ്യമാക്കിയ ജമീമയ്ക്കും നന്ദി. ലോക ക്രിക്കറ്റിലെ നവരാജ്ഞിമാർക്ക് ആശംസകൾ നേരാം. ഇനിയും ഒരുപാട് കിരീടങ്ങൾ കാത്തിരിക്കുന്നു നമുക്കായി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. അഭിലാഷ് രാധാകൃഷ്ണൻ ചേർന്നു വിവരങ്ങളുമായി. അഭിലാഷ്, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പെണ്ണുങ്ങൾ ഇന്നലെ നേടിയെടുത്തത് ലോക കിരീടമാണ്. അത്രമേൽ സന്തോഷമുള്ള ആഹ്ലാദമുള്ള നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. രാജ്യം മുഴുവൻ സല്യൂട്ട് ചെയ്യുകയാണ് അവരെ. ഭവ്യ, കപിൽ ദേവും MS ധോണിയും രോഹിത് ശർമ്മയും ഒക്കെ ഇന്ത്യയിലെത്തിച്ച കിരീടം വീണ്ടും ഒരിക്കൽ കൂടി ഹർമൻപ്രീത് കൗർ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഇന്നലെ കണ്ടത് ഇന്ത്യൻ താരങ്ങളുടെ ആഘോഷരാവായിരുന്നു. ഇന്ത്യൻ കായിക പ്രേമികളുടെ ആഘോഷരാവായിരുന്നു ഇന്നലെ. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തർക്കും അങ്ങേയറ്റം രോമാഞ്ചം തരുന്ന നിമിഷങ്ങളായിരുന്നു ഇന്നലെ കണ്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 298 റൺസ് എടുത്തു. അതും നമുക്കറിയാം ഓപ്പണർമാർ നല്ല മികച്ച തുടക്കം നൽകി. അതിനുശേഷം 2 വിക്കറ്റുകൾ തുടരെ വീണെങ്കിലും പിന്നീട് വാലറ്റക്കാർ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയെ പൊരുതിയാണ് 298 എന്ന് പറയുന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചത്. പിന്നീട്
മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ ലോവയാണ് സെഞ്ചുറി അടിച്ച് മുന്നോട്ട് പോയെങ്കിലും കൂടെയുള്ളവർക്ക് സൗത്ത് ആഫ്രിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ വനിതകൾ അവരെ എറിഞ്ഞിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇന്ത്യ വീണ്ടും ഒരു 52 റൺസിൻ്റെ വിജയത്തോടു കൂടി ഫൈനലിൽ വിജയിച്ച് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലേക്ക് ലോകകപ്പ് എത്തിച്ച സന്തോഷ നിമിഷമാണ് ഇന്നലെ കടന്നുപോയത്. അതിൽ ഇന്ത്യയുടെ ദീപ്തി ശർമ്മ 9 ഓവറിൽ 39 റൺസ് വഴങ്ങി 5 വിക്കറ്റ് എടുക്കുകയും അതുപോലെ 58 റൺസ് എടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഷെഫാലി വർമ്മ 87 റൺസ് എടുത്ത് ഔട്ടായി. അവരുടെ അടക്കം ഉള്ള ഒരു സംഭാവനയാണ് ഇന്ത്യൻ ടീമിനെ വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയിട്ട് ഇന്ത്യയുടെ ദീപ്തി ശർമ്മയും പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് ഷെഫാലി വർമ്മയുമാണ് ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ ഇന്ത്യൻ താരങ്ങളുടെ ശക്തമായ രീതിയിലുള്ള പോരാട്ടം നമ്മൾ ഇന്നലെ കണ്ടു. നമുക്കറിയാം ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ 3 വിജയങ്ങളോളം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അതായത് ശക്തമായ ടീമുകളോടൊക്കെ തോറ്റിട്ടാണ് ഇന്ത്യ അവസാനം മഴ രക്ഷിച്ചതിൻ്റെ പേരിൽ റൺ റേറ്റിൻ്റെ പേരിൽ ഇന്ത്യ സെമി ഫൈനലിലേക്ക് എത്തുന്നത്. സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ റെക്കോർഡ് റൺസ് പിന്തുടർന്ന് ജയിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരിക്കൽ സൗത്ത് ആഫ്രിക്കയോട് തോറ്റ ഇന്ത്യ അതിന് മറുപടി നൽകിയത് ഫൈനലിലാണ്. അങ്ങനെ ശക്തമായ പോരാട്ടത്തിലൂടെ ഇന്ത്യ സ്വന്തം ലോകകപ്പ് ഇന്ത്യൻ വനിതകൾ ലോകകപ്പ് സ്വന്തം നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ ഓരോ കായിക പ്രേമിയും അങ്ങേയറ്റം സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വലിയ രീതിയിലുള്ള ആശംസകൾ ഇന്ത്യൻ ടീമിന് അറിയിച്ചു കഴിഞ്ഞു. അതുപോലെ സമ്മാന തുകയായിട്ടുള്ള 39.5 കോടി രൂപയാണ് ഇന്ത്യൻ ടീമിന് ലഭിക്കുക. അതിന് പുറമെ BCCI 51 കോടി രൂപ കൂടി ഇന്ത്യൻ ടീമിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ടാം സ്ഥാനക്കാരായ ഫൈനലിൽ തോറ്റ സൗത്ത് ആഫ്രിക്കയ്ക്ക് 19.5 കോടിയും അതുപോലെ ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയയ്ക്ക് 3ഉം 4ഉം സ്ഥാനത്തെ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും 9.5 കോടി വീതവും ലഭിക്കും. അങ്ങനെ ഇന്ത്യയുടെ യശസ് വാനോളമുയർത്തി ഇന്ന് ലോകം മുഴുവൻ ചർച്ചയാകുന്നത് നമ്മുടെ ഇന്ത്യൻ വനിതകളാണ്, ഇന്ത്യൻ ടീമാണ് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനമായിട്ടുള്ള കാര്യം. സച്ചിൻ ടെണ്ടുൽക്കർ, VVS ലക്ഷ്മൺ, രോഹിത് ശർമ്മ, സുനിൽ ഗവാസ്കർ തുടങ്ങിയ ഇന്ത്യൻ ലെജൻഡുകളെ എല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ത്യൻ വനിതകൾ ഇന്ത്യയുടെ ലോകകപ്പ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. 2005-ലും 2017-ലും ഇന്ത്യ ഫൈനലിൽ എത്തിയിരുന്നെങ്കിലും ജയം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ആ ജയമാണ്, അന്ന് നഷ്ടപ്പെട്ട ജയമാണ് ഇന്ന് 2025-ൽ ഇന്ത്യൻ വനിതകൾ, ഇന്ത്യൻ പുലിക്കുട്ടികൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഭവ്യ, തീർച്ചയായും അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തു. വിമാനത്താവളത്തിന് സമീപം ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയും ആൺ സുഹൃത്തും കാറിലിരിക്കുമ്പോഴാണ് 3-അംഗ സംഘം ആക്രമിക്കുന്നത്. കോയമ്പത്തൂരിലാണ് ഈ സംഭവം. പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു. വിമാനത്താവളത്തിന് സമീപം ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയും ആൺ സുഹൃത്തും കാറിലിരിക്കുമ്പോഴാണ് 3-അംഗ സംഘം ആക്രമിക്കുന്നത്. അജയ് സുധാ ബിജു, അജയ്, എന്താണ് ഇതിന്റെ വിവരങ്ങൾ? ഭവ്യ, ഇത് സംബന്ധിച്ച് വളരെ ചുരുക്കം വിവരങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ ലഭ്യമായിട്ടുള്ളൂ. ഇന്നലെ രാത്രി 11 മണിക്കാണ് സംഭവം നടന്നത് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ആൺ സുഹൃത്തും രണ്ടുപേരും കൂടി എയർപോർട്ട് റോഡിന് സമീപം ഒരു കാറിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഈ സമയത്തായിരുന്നു ആക്രമണം നടന്നത്. 3 അജ്ഞാതരായിട്ടുള്ള ആളുകൾ ഇവരുടെ കാറിനെ ആക്രമിക്കുകയും ഇവരെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കി റോഡിൽ ഉപേക്ഷിച്ചു. തുടർന്ന് പെൺകുട്ടിയെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം. അതിനുശേഷം പിന്നെ നേരം പുലരുന്നതിന് മുൻപ് തന്നെ ഈ 3 പേരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. പോലീസിന് ഇവരെ പറ്റിയിട്ടുള്ള സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. നിലവിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ആക്രമണ കാരണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇവരെ മുൻപരിചയമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻ വൈരാഗ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ ആൺ സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷമാണ് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മുൻപ് ഡൽഹിയിൽ നടന്ന നിർഭയ കേസിന് സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആൺസുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കി ഒപ്പമുണ്ടായിരുന്ന പെൺസുഹൃത്തിനെ ബലാത്സംഗം ചെയ്യുന്നു. ഇനി 3 പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തിരക്കേണ്ടതുണ്ട്. അവർക്ക് ഇവരുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ അജ്ഞാതരായിട്ടുള്ള ആളുകളായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ഇന്നലെ രാത്രി 11 മണിക്കായിരുന്നു സംഭവം. എയർപോർട്ട് റോഡിൽ സുഹൃത്തും ഈ ഒരു പെൺകുട്ടിയും ആൺസുഹൃത്തും കൂടി കാറിൽ ഇരിക്കുമ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടാകുന്നത്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും.
നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നേർക്കുനേർ വാക്പോരിലെത്തിയതോടെ അവസാന മണിക്കൂറിൽ പ്രചാരണം ഹൈ വോൾട്ടേജിലാണ്. കോൺഗ്രസിന്റെ തലയ്ക്കുമേൽ RJD തോക്കു ചൂണ്ടിയതോടെയാണ് തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ സമ്മതിച്ചതെന്നാണ് പ്രധാനമന്ത്രിയുടെ പരിഹാസം. പോളിംഗ് ബൂത്തിൽ ജാഗ്രത വേണമെന്നും അല്ലെങ്കിൽ BJP വോട്ടുകൊള്ള നടത്തുമെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഇന്നലെ പ്രധാനമന്ത്രി എത്തി പ്രചാരണത്തിന്, ഇന്ന് അമിത്ഷാ അങ്ങോട്ട് എത്തുന്നു. എന്തായാലും ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഹൈ വോൾട്ടേജിലാണ് കാര്യങ്ങൾ പോകുന്നത്. എവിടെയെത്തി പ്രചാരണം, എന്താണ് വിവരങ്ങൾ? ഭവ്യ, ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നാളെ ആദ്യഘട്ട പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ്. അപ്പോൾ മറ്റന്നാൾ അവിടെ ആദ്യം 121 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ അവസാന പ്രചാരണ ദിവസമാണ് നാളെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ബീഹാറിൽ നടത്തുന്നത്. പരസ്പരം കൊണ്ടും കൊടുത്തുമുള്ള പ്രചാരണങ്ങളാണ് ബീഹാറിൽ. ചൂടേറിയ പ്രചാരണ രീതികളാണ് നമ്മൾ കണ്ടുവരുന്നത്. അവിടെ ഇപ്പോൾ നമുക്കറിയാം, ഇന്നലെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെഗുസറായിൽ അവിടുത്തെ റാലികളിൽ പങ്കെടുത്തിരുന്നു. പരസ്പരം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ഇത്തരത്തിലാണ്: SIR നടപ്പാക്കി. ബീഹാറിലാണ് ഇന്ത്യയിൽ ആദ്യമായി SIR നടപ്പിലാക്കിയത്. അങ്ങനെ 65 ലക്ഷത്തോളം ആളുകളെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുന്ന വോട്ടുകളെ ലക്ഷ്യം വെച്ച് അവരെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി വിജയം നേടാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ വോട്ട് ചോരി, വോട്ട് മോഷണം നടത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും 4 സംസ്ഥാനങ്ങളിൽ, അത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിജയം നേടിയത്. അത് ബീഹാറിൽ ആവർത്തിക്കാതിരിക്കാൻ ജനങ്ങളടക്കം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മറ്റു ആരോപണങ്ങൾ, അതായത് GST കൊണ്ടുവന്നിട്ട് സാധാരണക്കാരായ ജനങ്ങളെ, അവിടുത്തെ സാധാരണക്കാരായ കച്ചവടക്കാരെ പൊറുതിമുട്ടിച്ചു. നരേന്ദ്രമോദിയെ നയിക്കുന്നത് വ്യവസായികളാണ്, ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ച് നരേന്ദ്രമോദി പറയുന്നത് അവിടെ ഈ പ്രതിപക്ഷത്തിന്റെ സഖ്യം ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് ഒരു ജംഗിൾ രാജാണ്, ഗുണ്ട രാജാണ്, ഗുണ്ടകളാണ് അവിടെ ഭരിച്ചിരുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ക്ഷേമ പ്രവർത്തനം നടത്താനായിട്ട് UPA, അതായത് ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിരുന്നില്ല. അതെല്ലാം ഇപ്പോൾ NDA സർക്കാർ ഭരിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഭരണം തുടർന്ന് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ കോൺഗ്രസും RJDയും കുടുംബാധിപത്യവുമായി മുന്നോട്ട് പോകുന്ന ഫാമിലികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ ക്രിമിനലുകളാണ് ആ കുടുംബങ്ങൾ എന്നടക്കമുള്ള ശക്തമായ ആരോപണങ്ങളാണ് പരസ്പരം ഉന്നയിച്ചത്. അതുപോലെ രാഹുൽ ഗാന്ധി മീൻപിടുത്തക്കാരോടൊപ്പം, ബീഹാറിലെ മീൻപിടുത്തക്കാരോടൊപ്പം മീൻ പിടിക്കാൻ ഇറങ്ങിയ കാഴ്ചകളൊക്കെ വളരെ കൗതുകവുമായി ഇന്ത്യ കണ്ടിരുന്നു. അങ്ങനെ അതിശക്തമായ തെരഞ്ഞെടുപ്പ്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ തക്കതായിട്ടുള്ള കഴിവുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ആദ്യഘട്ടം വ്യാഴാഴ്ച 121 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അതുപോലെ ചൊവ്വാഴ്ച ബാക്കിയുള്ള 122 മണ്ഡലങ്ങളിൽ പങ്കെടുക്കും. നിലവിൽ NDA സഖ്യത്തിന് 132 സീറ്റുകളാണ് ബീഹാറിലുള്ളത്. മഹാഗഡ്ബന്ധൻ സഖ്യത്തിന് 110, AIMന് ഒരു സീറ്റും. അങ്ങനെ ആകെ 243 മണ്ഡലങ്ങൾ. അതിൽ ഇത്തവണ NDA എത്ര പിടിക്കും, മഹാഗഡ്ബന്ധൻ എത്ര പിടിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അതിൽ 121 സീറ്റുകളിലെ തിരഞ്ഞെടുപ്പാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. വ്യാഴാഴ്ച നടക്കുക. ബുധനാഴ്ച അവിടെ ചൊവ്വാഴ്ച നാളെ അവിടെ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുന്നു. അതോടെ ഇന്നും നാളെയുമായിട്ട് ശക്തമായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് ബീഹാറിൽ നടക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നൈജീരിയയിൽ സൈനിക നടപടിക്കൊരുങ്ങി അമേരിക്ക. രാജ്യത്ത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നത് തുടർന്നാൽ മുസ്ലിം തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇത് സംബന്ധിച്ച് സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മതപരമായി അസഹിഷ്ണുതയുള്ള രാജ്യമായി നൈജീരിയ ചിത്രീകരിക്കുന്നെന്ന് ആരോപിച്ച് പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു രംഗത്തെത്തി. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേർന്നു. അജയ്, ട്രംപിന്റെ നീക്കം ഇപ്പോൾ നൈജീരിയയ്ക്ക് നേരെയാണോ? എന്താണ് ഇത്തരത്തിലുള്ളൊരു പരാമർശത്തിന് പിന്നിൽ? എന്താണ് നൈജീരിയ പറയുന്നത്? ഭവ്യ, താൻ ക്രിസ്ത്യാനികളുടെ രക്ഷകനാകാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് നൈജീരിയയിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ക്രിസ്ത്യാനികൾ ആക്രമണത്തിന് വിധേയമാകുന്നു, അവർ വ്യാപകമായി കൊല ചെയ്യപ്പെടുന്നു, മുസ്ലിം തീവ്രവാദികളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് വെള്ളിയാഴ്ച തന്നെ അദ്ദേഹം ആരോപിച്ചിരുന്നതാണ്. ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം വളരെ കടുത്ത ഭാഷയിൽ തന്നെ ട്രംപ് തൻ്റെ ഈ വാദങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം ഒരു മുന്നറിയിപ്പ് കൂടി പുതുതായിട്ട്
നൽകുന്നുണ്ട് നൈജീരിയയ്ക്ക്. അതായത് നൈജീരിയൻ സർക്കാർ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഈ ആക്രമണങ്ങളെ കണ്ണും പൂട്ടി അംഗീകരിക്കുന്ന നടപടികൾ തുടർന്നാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നാണ് ട്രംപ് പറഞ്ഞത്. നല്ല തിരിച്ചടി ആയിരിക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇത് സംബന്ധിച്ച് താൻ സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിന് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം താൻ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. തങ്ങൾ തിരിച്ചടിക്കുകയാണെങ്കിൽ യാതൊരുവിധ ദാക്ഷിണ്യവും മുസ്ലിം തീവ്രവാദികൾക്കുണ്ടാകില്ല, ശക്തമായി തന്നെ അവരെ ഉന്മൂലനം ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണോ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ നിങ്ങൾ അവിടെ ആക്രമിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഈ മുസ്ലിം മത തീവ്രവാദികളെ തങ്ങൾ ആക്രമിക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് നൈജീരിയയ്ക്ക് നിലവിൽ അമേരിക്ക നൽകി വരുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവെക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് വാറും സ്ഥിരീകരിക്കുന്നുണ്ട്. സെക്രട്ടറി ഓഫ് വാറായിട്ടുള്ള പീറ്റ് ഹെക്സെറ്റ് അദ്ദേഹം കഴിഞ്ഞ ദിവസം എക്സ് പോസ്റ്റ് വഴി ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഒന്നുകിൽ നൈജീരിയൻ സർക്കാർ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, അത്തരം ആക്രമണങ്ങളെ ചെറുക്കാനുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണം, മുസ്ലിം തീവ്രവാദികളെ നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ തങ്ങളുടെ മാർഗവുമായി മുന്നോട്ട് നീങ്ങുമെന്ന് ഇത് പീറ്റ് ഹെക്സെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നൈജീരിയ ഇത്തരം ആരോപണങ്ങളെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. നൈജീരിയയുടെ പ്രസിഡന്റായിട്ടുള്ള ബോല അഹമ്മദ് ടിനിബു അദ്ദേഹം ഇപ്പോൾ നിലവിൽ പ്രസ്താവന വഴി പ്രതികരിച്ചിട്ടുണ്ട്. അതായത് നൈജീരിയ എന്ന മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യമാണ്. ഇപ്പോൾ നൈജീരിയയെ അവരുടെ ദേശീയ യാഥാർത്ഥ്യങ്ങളെയല്ല അമേരിക്ക പ്രതിഫലിപ്പിക്കുന്നത്. മതപരമായിട്ട് അസഹിഷ്ണുത നിലനിൽക്കുന്ന രാജ്യമായിട്ട് നൈജീരിയയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ടും ബോല അഹമ്മദ് ടിനിബു പ്രസ്താവന വഴി പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ രാജ്യത്ത് ചില ദുഷ്ടശക്തികൾ, ചില പ്രത്യേക താല്പര്യമുള്ള ആളുകൾ തങ്ങളുടെ രാജ്യത്ത് സംഘർഷങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവർ ചില ജനങ്ങളിൽ വിഷം കുത്തിവെച്ച് അവരെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്നു. ഇത്തരക്കാർക്കെതിരെ എന്തെങ്കിലും നടപടി അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി തങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കാം എന്നും ഇപ്പോൾ നിലവിൽ നൈജീരിയ പറയുന്നുണ്ട്. അതായത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അവരുടെ രാജ്യത്ത് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ മൗനാനുവാദത്തോടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പിന്തുണയോടെ അല്ല ഇത് നടക്കുന്നത്. നൈജീരിയ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ്. യാതൊരുവിധ അസഹിഷ്ണുതയും രാജ്യത്തില്ല. ഇത്തരം ചില ശക്തികൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവർക്കെതിരെ അമേരിക്ക നിലപാടെടുക്കുകയാണെങ്കിൽ അതിനെതിരെ പോരാടാൻ തങ്ങളും ഉണ്ടെന്ന് നൈജീരിയ ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ട്രംപ് തൻ്റെ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നിലവിൽ നൈജീരിയയുടെ ഈ വാദത്തിനോട് ട്രംപ് പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ ഇപ്പോൾ സൈനിക വക്താവാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും വ്യക്തമാക്കുന്നത് അവിടെ സൈനികർക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്, സൈന്യ മുന്നൊരുക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. സുഡാനിൽ കൂട്ടക്കൊല തുടരുന്നു. എൽ ഷാമിർ നഗരത്തിൽ നിന്ന് പലായനം ചെയ്ത 10,000-ങ്ങളെ കാണാനില്ല. 3 ദിവസത്തിൽ തൊട്ടടുത്ത ക്യാമ്പിലെത്തിയത് 1000 പേർ മാത്രമാണ്. RSF സേന ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇതിനിടെ പോപ്പ് ലിയോ സുഡാനിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തി. Con grande dolore seguo le tragiche notizie che giungono dal Sudan, in particolare dalla città di El Fasher, nel martoriato Darfur settentrionale. Violenze indiscriminate. ലഹരി വേട്ടയ്ക്കിടെ വാഹനാപകടത്തിൽ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കാസർഗോഡ് ചെറുവത്തൂർ മൈച്ചയിലെ കെ സജീഷിന്റെ കുടുംബത്തിന് കരുതലായി പോലീസ് സേന. സജീഷിന്റെ ഭവന വായ്പാ ബാധ്യത കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം ഏറ്റെടുത്തു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആശ ചന്ദ്രശേഖർ IPS ആധാരം കുടുംബത്തിന് കൈമാറി. ലഹരിമരുന്ന് കേസിലെ പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെയാണ് ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ സ്ക്വാഡിലെ അംഗമായ സജീഷ് അപകടത്തിൽപ്പെടുന്നത്. വീട് നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയായിരുന്നു സജീഷിന്റെ വിയോഗം. ഭാര്യ ഷൈനി, മക്കളായ ദിയ, ദേവജ് എന്നിവർക്കൊപ്പം നീലേശ്വരം പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു സജീഷ് താമസിച്ചിരുന്നത്. വീട് നിർമ്മിക്കാനായി കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘത്തിൽ നിന്നും വായ്പയെടുത്തിരുന്നു. ഈ വായ്പയാണ് സംഘം എഴുതി തള്ളിയത്. കൂടാതെ 10 ലക്ഷം രൂപ വീട് നിർമ്മാണം പൂർത്തിയാക്കാനായി കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസ ചന്ദ്രശേഖർ IPS നേരിട്ടെത്തിയാണ് കുടുംബത്തിന് ആധാരം കൈമാറിയത്. പോലീസ് ഉദ്യോഗസ്ഥൻ സതീഷ് നമ്മുടെ SP സൂചിച്ച പ്രകാരം വളരെ നല്ല പോലീസ് ഓഫീസറാണ്. ഇവിടെ എസ്പെഷ്യലി നാർക്കോട്ടിക്സിനെതിരായിട്ടുള്ള ഡ്രൈവിലെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം എടുക്കുന്നതാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഞങ്ങൾക്കും
കുടുംബങ്ങൾ നഷ്ടമാണെങ്കിൽ തന്നെ പക്ഷെ കുടുംബങ്ങളൊപ്പം ഞങ്ങളുണ്ട് എന്ന ഒരു കാര്യത്തിന് വേണ്ടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ ഐജിപി അദ്ദേഹം അദ്ദേഹം എസ് പി അവിടെ വന്നിട്ടുണ്ട്, ഫാമിലി സന്ദർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ കേരള പോലീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു നല്ലൊരു പ്രവർത്തനം നടക്കുന്ന സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി വേണ്ടി സതീഷിന് കുടുംബത്തിന് ആവശ്യത്തിന് സഹായം ചെയ്യാൻ വേണ്ടി. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര IPS, കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPS, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് 18 നീലേശ്വരം. എറണാകുളം കോതമംഗലത്ത് വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാനുള്ള ഫെൻസിംഗ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന ആരോപണം. പലയിടത്തും പണി പൂർത്തിയായിട്ടും ആനകൾ വേലി തകർക്കുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഫെൻസിംഗിന് ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് പരാതി. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന കോട്ടപ്പാറ വനമേഖലയിലാണ് ഡബിൾ ലൈൻ സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതിൽ ഐനിച്ചാൽ മുതൽ വാവേലി വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ ഭാഗികമായി പൂർത്തിയായി. എന്നാൽ ഇപ്പോഴും നിരവധി തവണയാണ് കാട്ടാനകൾ ഈ വേലി തകർത്ത് നാട്ടിലേക്കിറങ്ങി കൃഷിഭൂമി ഉൾപ്പെടെ നശിപ്പിക്കുന്നത്. കോട്ടപ്പടി വാവേലി ഭാഗത്ത് വിവിധയിടങ്ങളിൽ പൂർണ്ണമായി ഫെൻസിംഗ് തകർന്ന നിലയിലാണ്. ഫെൻസിംഗിന് ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇത് ആദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ തൊട്ടടുത്ത് വട്ടയും അതുപോലെ പാഴ്മരകൾ കണ്ടമാനം നിൽപ്പുണ്ട്. ഇതെല്ലാം ഒന്ന് മുറിച്ച് മാറ്റി ഇതിന് പറഞ്ഞേക്കുന്ന 30 മീറ്റർ ദൂരത്തെ മരങ്ങൾ മുറിച്ച് മാറ്റിയതിന് ശേഷം ഫെൻസിങ് സ്ഥാപിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആ മരങ്ങൾ ഇതുവരെ മുറിച്ച് മാറ്റിയിട്ടില്ല. അതങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പുതിയ ലൈൻ പണിയുന്നതിലേക്ക് മരം മറച്ചിടുന്നു. അതുകൂടാണ്ട് ഇത് പണി തീർന്നു പോകുന്ന ഭാഗത്ത് ഇവർ ചാർജ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. ഇന്നിപ്പോൾ നമുക്ക് കാണാം, 2-3 സ്ഥലത്ത് കാലുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഈ ഇട്ട് പോകുന്ന ഭാഗം കൃത്യമായി ചാർജ് ചെയ്ത് നിലനിർത്തിയെങ്കിൽ മാത്രമേ ആന ഇത് നശിപ്പിക്കാതിരിക്കുകയുള്ളൂ. നിലവിൽ 350 മീറ്ററോളം വരുന്ന ഫെൻസിംഗ് വേലികളാണ് ആനയുടെ ആക്രമണത്തിൽ തകർന്നത്. ഇതുവഴി കൂടുതൽ വന്യമൃഗങ്ങൾ മേഖലയിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. വിഷയത്തിൽ നിരവധി പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. ന്യൂസ് 18 എറണാകുളം. 2 ആഴ്ച മുൻപ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മലപ്പുറം സ്വദേശി അജ്മൽ ആശുപത്രി വിട്ടു. മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി അമൽ ബാബുവിന്റെ ഹൃദയമാണ് അജ്മലിൽ സ്പന്ദിക്കുന്നത്. അമലിന്റെ കുടുംബത്തിന് നന്ദി പറഞ്ഞാണ് അജ്മൽ ലിസി ആശുപത്രിയിൽ നിന്നിറങ്ങിയത്. പുതിയ ജീവിതത്തിലേക്കെത്തിയ സന്തോഷമായിരുന്നു അജ്മലിന്റെ മുഖം നിറയെ. ഈ വർഷം ജനുവരി മാസത്തിലാണ് തന്റെ പ്രവാസ ജീവിതത്തിനിടയിൽ 33-കാരനായ അജ്മലിന് ഗുരുതര ഹൃദയാഘാതമുണ്ടാകുന്നത്. തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിലെത്തിച്ചു. തിരുവനന്തപുരം സ്വദേശി അമൽ ബാബുവിന്റെ ബന്ധുക്കൾ അവയവദാനത്തിന് സമ്മതിച്ചതിനെ തുടർന്നാണ് അജ്മലിന് പുതുജീവൻ ലഭിക്കുന്നത്. അമലിൻ്റെ വീട്ടുകാർ എടുത്ത തീരുമാനമാണ് ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം. ഇത്രയും സന്തോഷത്തോടെ ഞാൻ ഇരിക്കാൻ കാരണം അവരെടുത്ത ഒരേ ഒരു തീരുമാനമാണ്. അവരുടെ വീട്ടുകാരോട് നന്ദി പറയുന്നത്. പിന്നെ സർക്കാരിനോട്, സർക്കാർ ഹെലികോപ്റ്റർ വരെ നമുക്ക് വിട്ടു തന്നു, ഒക്കെ ഫ്രീ ആയിരുന്നു എല്ലാം. അതുപോലെ തന്നെ ലിസി ഹോസ്പിറ്റലിൻ്റെ ഡോക്ടേഴ്സ്, ജോസ് സാറ്, ജേക്കബ് സാറ്, ഒരുപാട് ഡോക്ടേഴ്സ്, ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ചേച്ചിമാർ, നഴ്സുമാർ, ചേട്ടന്മാർ എല്ലാവരും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അജ്മലിന് ശസ്ത്രക്രിയയുടെ സമയത്ത് രക്തം നൽകേണ്ട ആവശ്യം പോലും വന്നില്ലെന്നും ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണെന്നും ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം. ഗൾഫിലെ ഒരാശുപത്രിയിൽ 14 ദിവസത്തോളം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവിതം പിടിച്ചു നിർത്തിയ അജ്മൽ ഒരു ഹൃദയാഘാതത്തിന് ശേഷം വളരെ ആപത്കരമായ ഒരു സാഹചര്യത്തിലാണ് നാട്ടിലേക്ക് വിമാനമാർഗം എത്തുന്നത്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ പര്യവസാനിച്ചത്. സാധാരണ നമ്മൾ പല പ്രാവശ്യം രക്തം ദാനം ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടി വരുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഹൃദയം മാറ്റിവെക്കൽ. അതിശയമെന്ന് പറയട്ടെ, അജ്മലിന് ഒരു കുപ്പി രക്തം പോലും ആവശ്യമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം. സർക്കാർ സൗജന്യമായി വിട്ടു നൽകിയ ഹെലികോപ്റ്ററിലാണ് ഹൃദയം തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തിച്ചത്. ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് പോലീസ് സേനയുടെ സഹായത്തോടെ ഗ്രീൻ കോറിഡോർ സൃഷ്ടിച്ചാണ് ഹൃദയം നിമിഷങ്ങൾ കൊണ്ട് ആശുപത്രിയിലെത്തിച്ചത്. ന്യൂസ് 18 കൊച്ചി. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് ട്രെൻഡ്സ്. TG സജിത്ത് ചേരും.